ഇനി വരാൻ പോകുന്നത് ഒരു വലിയൊരു യാത്രയാണ്. നമ്മൾ ഒരു കപ്പൽ സമുദ്രങ്ങളിൽ ഇങ്ങനെ ആടി ഒളിഞ്ഞു പോകുന്ന പോലെ ചിലപ്പോൾ പേമാരികൾ ഉണ്ടാവാം, കുറേ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. അപ്പോൾ അതിലൊക്കെ നീ അതിൽ കൂടെയൊക്കെ പോകേണ്ടി വരും. ഈ യാത്രയിൽ ഞങ്ങൾ പോകുന്നുണ്ട്, നീ ഉണ്ടോ ഞങ്ങളുടെ കൂടെ ഓൺ ബോട്ട് ചെയ്യാൻ ഉണ്ടോ? അപ്പോൾ ഷോട്ട് വിളിച്ച് രാജുവേട്ടൻ വന്നപ്പോൾ രാജുവേട്ടൻ കാണുന്നത് ഞാൻ വെയിലത്തിങ്ങനെ ഇതിനായിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ രാജുവേട്ടൻ അപ്പോൾ ചൂടായി. എന്താ വെച്ചാൽ ഇവനെന്താ ഇങ്ങനെ വെയിലത്താണ് വേണം കിടത്തുന്നത്, ഇവനൊരു കുട പോലും ഇല്ലേ. കാപ്പിയും വെള്ളം മാത്രം കുടിച്ചിട്ടായിരുന്നു ആ സമയത്ത് 3 ദിവസം നിന്നത്. 3 ദിവസം ആയപ്പോഴത്തേക്ക് കൊളാപ്സായി. 3-ാമത്തെ ദിവസം രാത്രി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ ഷൂട്ടിങ്ങിന് പോലുണ്ടാവില്ല. ഞാൻ ആ സമയത്ത് എന്താ 2 എക്സ്ട്രീമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ലൈഫിൽ. ഒരു സൈഡിൽ ഭയങ്കര സന്തോഷം, ഒരു കാര്യങ്ങൾ. ഒരു സൈഡിലാണെങ്കിൽ അച്ഛന് പറ്റിയതിൻ്റെ ഓഡിയോ ലോഞ്ചിൻ്റെ ഒരു 4 ദിവസം മുന്നെയാണ് ഈ ഒരു ആക്സിഡൻറ്റ് പറ്റുന്നത്. അതായത് കാല് രണ്ടും സർജറി, കാല് രണ്ടും പൊട്ടി, എല്ല് പൊട്ടിയിട്ട്. ഇപ്പോൾ ഏതൊരു അമ്മയ്ക്കും ഏതൊരു അച്ഛനും ഏതൊരു ബ്രദറിനും സ്വന്തം ആളിങ്ങനെ ഇത് പട്ടിണി കിടക്കുന്നതും കണ്ടു നിൽക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ 15 ദിവസം ഒരാൾ കുളിക്കാണ്ട് വന്നു കഴിഞ്ഞാൽ അവർ ഇപ്പോൾ ഒരു നല്ലൊരു വൃത്തികെട്ട മണം മാറ്റൊക്കെ ഉണ്ടാവില്ലോ. ആദ്യമായിട്ട് പാസ്പോർട്ട് എടുക്കുന്ന ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. അന്ന് ഹക്കീമിനെ സംബന്ധിച്ചിട്ട് അന്ന് സിനിമകളിൽ പോലും ദുബായ് എന്താണെന്നോ സൗദി എങ്ങനെയാണെന്നോ. ഇപ്പോൾ രാവിലെ അവിടെ കിടക്കുമ്പോൾ ഇങ്ങനെ വിറയ്ക്കും, ആക്ഷൻ പറയുമ്പോൾ ഉറങ്ങും, മസിൽ പിടിച്ചിട്ടൊരു ഉറങ്ങും. ഇപ്പോൾ ഇതേപോലെ ഞാനിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ എണീക്കുന്ന സമയത്ത് നമുക്കൊരു പ്രഷർ വേരിയേഷനൊക്കെ വന്നിട്ട് തല ഇറങ്ങുന്ന സീനൊക്കെ പെട്ടെന്ന് എണീക്കാൻ പറ്റില്ല, മെല്ലെ എണീക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുക, അല്ല നിനക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടോ, രാജോട്ട് ചോദിക്കുന്നു, എണീക്കുമ്പോൾ ഇങ്ങനെ നിനക്കുണ്ടോ. ആദ്യം എടുത്ത് തീരെ ശരിയായില്ലേ അന്നത്തെ ദിവസം. എന്നിട്ട് അന്ന് വൈകുന്നേരം വൈകുന്നേരം മുതൽ ഫാസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പിറ്റേ ദിവസം രാത്രി ഡബ്ബിങ് കഴിഞ്ഞിട്ടാണ് രാത്രി ഞാൻ ഫുഡ് കഴിച്ചത്. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. ആടുജീവിതം ബുക്ക് വായിച്ചവർ ഈ ഒരു കഥാപാത്രത്തെ മറക്കാൻ വഴിയില്ല. ഇപ്പോൾ സിനിമ കണ്ടപ്പോഴും ആ കഥാപാത്രം തന്നെയാണെന്നാണ് മനസ്സിലുള്ളത്. സോ ആടുജീവിതത്തിലെ ഹക്കീമാണ്. റിയൽ നെയിം ഗൂഗിൾ നിന്നാണ്. ശരിക്കും ഗൂഗിൾ എവിടെ എന്നൊരു ചോദ്യത്തിൽ നിന്നാണ് ഈ ഒരു ആളെ പറ്റിയുള്ള തെരച്ചിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ആ ഗൂഗിളാണ് ഇപ്പോൾ ഉള്ളത്. സോ നമസ്കാരം ഗൂഗിൾ. ഈ പൃഥ്വിരാജിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്. അതായത് ഒരു സിനിമ റിലീസായപ്പോൾ ആ കരിയറിൽ ആദ്യം വെള്ളിത്തിരയാണെന്ന് തോന്നുന്നു, കവിതാ തിയേറ്ററിന്റെ സൈഡിൽ നമ്മൾ ഒരു ഹോട്ടലിൽ നിന്നുകൊണ്ട് മുകളിൽ നിന്ന് ഇങ്ങനെ കാണുന്ന ഒരു വിഷ്വല് പുള്ളി ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനെ അന്ന് ഞാൻ റിയലൈസ് ചെയ്തു, ഓക്കെ ഇതാണ് സിനിമയാണ്, ഭയങ്കര ഇല്ല. ഇപ്പോൾ ഗൂഗിൾ ലൈഫിൽ അങ്ങനത്തെ ഒരു ദിവസമാണല്ലോ ഇന്നും. ഈ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് തിയേറ്ററിൽ വന്ന സീൻ ഞാൻ കണ്ടായിരുന്നു, തിയേറ്ററിൽ നിന്ന് പോകുന്ന സീൻ ഞാൻ കണ്ടായിരുന്നു. വന്നപ്പോൾ ആർക്കും അങ്ങനെ വലിയ പിടുത്തം കിട്ടിയില്ല ഇത് ആരാന്നുള്ളത്. പക്ഷെ പോകുമ്പോൾ എല്ലാവർക്കും അറിയാം ഇത് ആരാണെന്നുള്ളത്. സോ എന്താ ഒറ്റ ദിവസം കൊണ്ട് ഈ ലൈഫിൽ ഉണ്ടായൊരു പ്രതീക്ഷത്തിലുള്ള മാറ്റം ഉണ്ടല്ലോ. ആക്ച്വലി ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഇന്റർവ്യൂ തരുന്നത് വരെ ഉള്ള ഈ മാറ്റങ്ങൾ ഇത് ഞാൻ ആക്ച്വലി എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു കാലത്ത് സ്വപ്നം കണ്ട് നടന്ന സംഭവങ്ങൾ എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ വരുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, പ്രൗഡാണ്. ഇപ്പോൾ എല്ലാവരും ഓഡിയൻസ് തരുന്ന റെസ്പോൺസുകളായാലും വനിതയിൽ നിന്ന് കണ്ടിറങ്ങിയ സമയത്ത് ഓരോരുത്തരും കണ്ണ് നനഞ്ഞിട്ടൊക്കെ വന്നിട്ട് പറഞ്ഞ ഓരോ വാക്കുകളൊക്കെ അത് നെഞ്ച് തട്ടിയിട്ടുണ്ട്, എൻ്റെ ഉള്ളിൽ തട്ടിയിട്ടുണ്ട്. നമ്മൾ ചെയ്തൊരു എഫേർട്ട്, നമ്മളെടുത്ത എഫേർട്ടൊക്കെ എവിടെയും പോയിട്ടില്ല, വെറുതെ ആയിട്ടില്ല. അതൊക്കെ നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്, പ്രൗഡാണ് ആക്ച്വലി. അല്ല, എപ്പോഴും ഈ പൃഥ്വിരാജിന്റെ കൂടെ അഭിനയിക്കണം അതൊക്കെ മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേരും വേറൊരു സിമിലാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഏജ് ടൈമിലാണ് നിങ്ങൾ സിനിമയിൽ വന്നെ. നിയർലി ക്ലോസ് ടു 18, 17 അല്ലെങ്കിൽ ഏർലി 18. ഗോകുൽ ആ സമയത്ത് സിനിമയിലേക്ക് വന്ന് കമ്മിറ്റ് ആണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? ആ ഒരു പോസിബിലിറ്റി ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല കേട്ടോ. ഒരു വിഷയമാണ്, നാളെ സംസാരിക്കാൻ പറ്റിയൊരു വിഷയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സംഭവം ശരിയല്ലേ? അപ്പോൾ ഓക്കെ, രാജുവേട്ടന് ആദ്യമായിട്ട് നന്ദനം മറ്റേ ഏതായിരുന്നു നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ, അവനുണ്ടൊരു രാജകുമാരി, ആ ഒരു ഇതിൽ നിന്നാണ് ആദ്യത്തെ ഡെബ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ സമയത്ത് വന്ന ഒരു രാജുവേട്ടനെ സംബന്ധിച്ച് രാജുവേട്ടൻ്റെ ഫീച്ചേഴ്സും ഫിസിക്കൽ ഫീച്ചേഴ്സും എല്ലാം എന്താ പറയുക ഭയങ്കര മാസ്കുലിൻ ആയിരുന്നു, അന്ന് ചുള്ളനായിരുന്നു, താടിയൊക്കെ വെച്ചിട്ട്. അങ്ങനെ ഒരു 22-ാം വയസ്സിലാന്ന് തോന്നുന്നു ചക്രം ചെയ്ത ആളാണ് രാജുവേട്ടൻ.
അപ്പോൾ അത്രയും എന്താ പറയുക, അന്നേ ഡെപ്ത് ഉള്ളൊരു ആക്ടറാണ്. ഇപ്പോൾ ആ എക്സ്പീരിയൻസ് കൂടി 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 ഇന്ന് വലിയൊരു എന്താ പറയുക, ഇന്ന് ആടുജീവിതം അഭിനയിച്ച് എന്താ വണ്ടർഫുൾ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് തരാൻ പാകത്തിനുള്ള ഒരു ബിഗ്ഗസ്റ്റ് മേ ബി ഒരു ഗോട്ട് എന്നൊക്കെ പറയാനുള്ള രീതിയിൽ ഉള്ളൊരു പെർഫോമൻസ് തന്ന ഒരു ആക്ടറായിട്ട് രാജുവേട്ടൻ ഇന്ന് ഇവിടെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ടും ഇപ്പൊ പറഞ്ഞ ആ ഒരു കാര്യമുണ്ടല്ലോ, അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് ഇതുപോലൊരു ഒരു രാജുവേട്ടൻ തന്നെ ഡയലോഗ് പറയുന്നില്ലേ, ചേട്ടന്റെ ഇപ്പൊ ഞാൻ പിച്ച വെച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ചേട്ടന്റെ പ്രായമാകുമ്പോഴത്തേക്ക് ഞാൻ ഓസ്കാർ വാങ്ങിക്കും. ഓസ്കാർ മേടിക്കുന്ന പ്രതീക്ഷയുണ്ട്. ആ, എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു പെർഫോമൻസ് കണ്ടിട്ട്. ഇത് അഫ്കോഴ്സ് ഒരു വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ എന്തോ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നമുക്ക് സ്വപ്നം കാണാതിരിക്കാനുള്ള ചാൻസസ് ഒന്നുമില്ല. സംഭവിക്കാതിരിക്കാം, പക്ഷെ സംഭവിക്കാൻ ചാൻസസ് ഉണ്ട്. ഇപ്പൊ ഈ രാജനെ കാണിക്കുന്ന ഒരു ഭയങ്കര കരുതൽ എനിക്ക് തോന്നുന്നു ആ ഒരു സിമിലാരിറ്റി കൂടെ ഉള്ളതുകൊണ്ടാണ്. കാരണം മറ്റേ എന്താ എല്ലാരും ഇപ്പൊ പുള്ളി തന്നെ പറയണ്ട, എല്ലാരും എൻ്റെ ഒരു കഥാപാത്രം അല്ലെ എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ അതേ ഇത് തന്നെ പറയുന്ന ഒരാള് എൻ്റെ കൂടെ ഉണ്ട്, ഹക്കീമാണ്. ഈവെന്തോ ഈ പറഞ്ഞ പോലെ സ്ക്രീനിൽ നമ്മൾ അത്രയും സ്പേസിൽ കാണുന്നില്ലെങ്കിൽ കൂടെ നമ്മൾ കാണണമല്ലോ ആ ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ. ശരിക്കും ഈ പറഞ്ഞ പോലെ എന്തായിരുന്നു അതിനു വേണ്ടിയുള്ളൊരു അഫെക്ഷൻ കൂടി ഉണ്ടല്ലോ, അഫെക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ കൂടി ഇല്ലേ ശരിക്കും അതിനകത്ത്. അതെ, ഇപ്പൊ രാജുവേട്ടനെ സംബന്ധിച്ചിട്ട് രാജുവേട്ടൻ സിനിമ ബ്രീത്ത് ചെയ്യുന്ന ഒരാളാണ്. ഒരു സിനിമയിൽ എന്തും നമ്മൾ ഒരു ലിമിറ്റും ഇല്ലാതെ എല്ലാം പുഷ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ രാജുവേട്ടനെ സംബന്ധിച്ചിട്ട് ഒരാൾ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരാളിങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ ഓഫ്കോഴ്സ് അങ്ങനെ സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള നിലയിൽ അങ്ങനെ ഒരാളിങ്ങനെ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ രാജുവേട്ടന് ആ ഒരു കൈൻഡ് ഓഫ് എഫെക്ഷൻ, ആ ഒരു കൈൻഡ് ഓഫ് കെയറിങ്, ആ ഒരു കൈൻഡ് ഓഫ് പാമ്പറിങ് ഒക്കെ എന്താ ഒരു കോ ആക്ടർ എന്നുള്ള നിലയിൽ രാജുവേട്ടൻ എപ്പോഴും എന്നെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഒരു സംഭവം ഉണ്ട് എൻ്റെ ഇടയിൽ. ഞാൻ സെറ്റിൽ ഇതുപോലെ ഒരു ഷോട്ട് എടുക്കുമ്പോൾ ഞാൻ കിടക്കുകയാണ്, വെയിലത്ത് കിടക്കുക, പൊസിഷൻ വെക്കാൻ വേണ്ടിയിട്ട് കിടക്കുക. അപ്പോൾ ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ, എല്ലാവരും വെയിലത്തൊക്കെ നിന്ന് എക്സിറ്റ് സീക്വൻസ് ഇതുപോലെ വെയിലത്തൊക്കെ ഒരു ആയിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ഷോട്ട് വിളിച്ച് രാജുവേട്ടൻ വന്നപ്പോൾ രാജുവേട്ടൻ കാണുന്നത് ഞാൻ വെയിലത്ത് ഇങ്ങനെ ഇതിനായിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ രാജുവേട്ടൻ അപ്പോൾ ചൂടായി. എന്താ വെച്ചാൽ ഇവനെന്ത് അങ്ങനെ ഇങ്ങനെ വെയിലത്താണ് ഇവനെ കിടത്തുന്നത്, ഇവനൊരു കുട പോലും ഇല്ലേ, ഇവനൊരു കുട കൊടുക്കാതെ ഞാൻ ചെയ്യുന്ന അതേ ജോലി തന്നെയാണ് ഇവനും ചെയ്യുന്നത്, അപ്പോൾ ഇവനൊരു കുട കൊടുക്കാതെ ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞ് രാജുവേട്ടൻ പോയി. എന്നിട്ട് അപ്പോൾ അതിനുശേഷം എനിക്കൊരു എന്താ പറയുക കൊടയൊക്കെ തന്ന് അങ്ങനെ ഒരു, അപ്പോൾ ആ രീതിയിലുള്ള റെസ്പെക്റ്റും ആ ഒരു കെയറും ഒരു ബ്രദർലി ഫീലും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പരിചയപ്പെടുന്നതിന് മുമ്പുള്ള ആളുകളെ കുറിച്ച് നമുക്കൊരു തോട്ട് ഉണ്ടാവുമല്ലോ, ഇങ്ങനെയാണ് ആളുകള്. ഇപ്പൊ പുള്ളിയുടെ സിനിമകൾ കണ്ട് വളർന്നിട്ടുള്ള ഒരു ജനറേഷനാണ് പൊതുവെ നമ്മുടെ എന്ന് പറയാം. കാരണം ഇങ്ങനെ പുള്ളിയുടെ കരിയറിന്റെ ഒപ്പം തന്നെ ശരിക്കും അതിനു മുമ്പുള്ള ഒരു പൃഥ്വിരാജ് പെർസെപ്ഷൻ എങ്ങനെയായിരുന്നു ശരിക്കും? അതിനു മുന്നേ ഉള്ള ഞാൻ രാജുവേട്ടൻ ഫാൻ ബോയ് ആണ്. ഞാനൊരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആനുവൽ ഡേക്ക് ഞാൻ ലോലിപോപ്പ് സിനിമയില്ലേ, അതിലെ 1 2 3 4 ആ ഒരു പാട്ടില്ലേ, ആ പാട്ടിന് ഞാൻ സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അത് ഞാൻ രാജുവേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാജുവേട്ടൻ്റെ സിനിമകൾ കാണുകയും രാജുവേട്ടൻ്റെ വർക്കൊക്കെ അഡ്മയർ ചെയ്യുകയും ചെയ്ത ഒരാളാണ് ഞാൻ. എപ്പോഴും നിലപാടുകളുള്ള ഒരു ആളായിരുന്നു രാജുവേട്ടൻ. ഇപ്പോൾ എന്താണെങ്കിലും എന്തും വെട്ടിത്തുറന്ന് പറയാൻ പറ്റിയ രാജുവേട്ടൻ്റെ കോൺഫിഡൻസ് ആണ് ആളുകൾ എന്താ പറയുന്നത് അഹങ്കാരമായിട്ടൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ആൾക്കുള്ള കോൺഫിഡൻസ് ലെവൽ, കണ്ണുകളിലുള്ള കോൺഫിഡൻസും ആൾക്കുള്ള അറിവിനെയാണ് ആളുകൾ ഒരു എന്താ പറയുക സിനിമയിലെ ഒട്ടനേകം കാര്യങ്ങൾ അറിയുന്ന, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെ പറ്റിയിട്ടും എല്ലാ കാര്യങ്ങളും അറിയാനുള്ള ജിജ്ഞാസ ഉള്ള ഒരാളാണ് രാജുവേട്ടൻ എന്ന് പറയുന്നത്. കുറേ കാര്യങ്ങളെ പറ്റിയിട്ടല്ല എന്താ പറയുക ഒരു ഓൾ ഇൻ ഓൾ ആണ്. അതെ, അല്ല ഇപ്പൊ ഈ ആടുജീവിതം ബസ് ഷെഡ്യൂൾ നിങ്ങൾ ദുബായിൽ പോകുന്ന ഷെഡ്യൂൾ ഷൂട്ട് നടക്കുമ്പോഴാണല്ലോ ഈ പറഞ്ഞ ലൂസിഫറും അതിന്റെ ഒരു സൈമൾട്ടേനിയസ് പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കായിരുന്നോ എങ്ങനെ ഉണ്ടായിരുന്നോ കാര്യങ്ങൾ, അല്ലെങ്കിൽ അറിയാറുണ്ടായിരുന്നോ രാജേട്ടൻ ഇങ്ങനെ? ലൂസിഫറിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ നടന്നത് ഞങ്ങളുടെ സെറ്റിൽ വെച്ചിട്ടാ. ആ സമയത്തൊക്കെ ഞങ്ങളെ ആ ഒരു സമയല്ലേ, ആ സമയത്ത് അതിന്റെ ചീഫ് അസോസിയേഷൻ എനിക്ക് ബാവ, അതെ, ആളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവര് ടെന്റിലൊക്കെ ഇരുന്നിട്ട് ഇവര് അതിന്റെ വർക്കുകൾ അതിന്റെ ഇടയിൽ സൈമൾട്ടേനിയസ് ആയിട്ട് ഇവർ അതിന്റെ വർക്കൊക്കെ ചെയ്യുന്നതൊക്കെ കാണലുണ്ടായിരുന്നു. അപ്പൊ ഞാനും എക്സൈറ്റഡ് ആയിരുന്നു, അതിനെ പറ്റിയിട്ടൊക്കെ ചോദിച്ചിട്ടുമുണ്ട്. എന്നുള്ള അപ്പോഴും ഈ മറ്റേ എന്താ പറയാ നമ്മൾ പറയാതെ ഭയങ്കര സസ്പെൻസോടുകൂടെ നിൽക്കുന്ന ഒരു പരിപാടി ആണല്ലോ, ആണോ ഒന്നും?
അതിൻ്റെയൊക്കെ എനിക്ക് തോന്നുന്നു എഡിറ്റിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ ആ സമയത്ത് അവർ ചെയ്യാറുണ്ടായിരുന്നു അവിടെ. അതിൻ്റെ ചീഫ് അസോസിയേറ്റും രാജുവേട്ടനൊക്കെ കൂടിയിട്ട് അതൊക്കെ ടെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നോക്കിയത് പുറത്തുനിന്ന് ഇങ്ങനെ നോക്കാറൊക്കെ ഉണ്ടായിരുന്നു. രാജുവേട്ടൻ ആസ് എ ഡയറക്ടർ ഒരു ഡെബ്യൂ ആയിരുന്നല്ലോ. അപ്പോൾ എങ്ങനെയാണ് രാജുവേട്ടൻ ഇതൊക്കെ ചെയ്യുന്നതൊക്കെ ഉള്ള ഒരു അതെ. ശരിക്കും ഈ നജീബിനെ ഈ ലൈഫിൽ കാണുമ്പോൾ നമുക്ക് ആടുജീവിതം ഫസ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര കണക്ഷൻ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് മലയാളികൾക്ക് കുറച്ചുകൂടെ ഭയങ്കരമായിട്ട് കണക്ട് ആവും മറ്റുള്ള ഭാഷകളെക്കാളും കൂടുതൽ. ശരിക്കും അതിലൊരു കഥാപാത്രം ചെയ്യാന്ന് പറയുമ്പോൾ അതിൻ്റെ ഓഡീഷൻ ശരിക്കും എങ്ങനെയായിരുന്നു, അതിൻ്റെ ഒരു പ്രോസസ്സും കാര്യങ്ങളും? ഇപ്പോൾ ഞാൻ ഈ സിനിമയിലേക്ക് എത്തുന്നത് ഞാൻ +2 കഴിഞ്ഞിട്ട് നേരെ കോളേജിലേക്ക് കയറിയ സമയത്ത് നമ്മളൊരു യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ കീഴിൽ ഉള്ള എല്ലാ കോളേജുകളിലും നമ്മൾ കലാജാഥ എന്ന് പറഞ്ഞൊരു സംഭവം, അതായത് സ്കിറ്റുകൾ, ഡാൻസ്, പാട്ട് എന്നുള്ള രീതിയിൽ നമ്മളെല്ലാ കോളേജുകളും പോയിട്ട് അവിടെ അവതരിപ്പിക്കുക. ഒരു റെസിസ്റ്റൻസ് ഒക്കെ, സോങ് ഓഫ് റെസിസ്റ്റൻസ് ആയിരുന്നു അതിൻ്റെ പേര്. ഒരു കുറേ അനീതി, സമൂഹത്തിൽ നിൽക്കുന്ന കുറേ അനീതികൾക്കെതിരെയുള്ള കുറേ ഒരു അങ്ങനെ നമ്മളൊരു വോയിസ് പോലെ അങ്ങനെ ഒരു സ്കിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അവതരിപ്പിക്കുകയായിരുന്നു. ആ സമയത്ത് ശാന്തകുമാർ എന്ന് പറഞ്ഞൊരു നാടകക്കാരനുണ്ട്, കോഴിക്കോടുള്ള പ്രസിദ്ധനായ ഒരു നാടകക്കാരനാണ്. ആളായിരുന്നു ഞങ്ങളെ അഭ്യസിപ്പിച്ചുകൊണ്ടിരുന്നത് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആൾക്കാണ് കോള് വന്നത്, ഒരു പയ്യനെ വേണം എന്നുള്ള ഒരു റിക്വയർമെൻ്റ് ആയിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇതേപോലെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫോട്ടോ അയച്ചു കൊടുത്തു, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഓഡീഷന് വേണ്ടിയിട്ട് വിളിച്ചു, സാറ് ഫ്ലാറ്റിലേക്ക് വിളിച്ചു, ഓഡീഷൻ. ഇപ്പോൾ ഹക്കിമാമിന് ഇപ്പോൾ ബ്ലസ്സർ പറഞ്ഞു ഇങ്ങനത്തെ ഒരു ഔട്ട്ലുക്ക് എന്താ ചെയ്യിച്ച ശരിക്കും ഓഡീഷനിൽ? ഓഡീഷനിൽ ആദ്യം തന്നെ വന്നിട്ട് ഇപ്പോൾ ചോദിച്ചു എന്താ പേര്, എവിടുന്നാ വന്നത് എന്നുള്ള രീതിയിലൊക്കെ സാറ് ചോദിച്ചിട്ട് പിന്നെ എന്നോട് പറഞ്ഞു എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്തോ പറഞ്ഞു. ഞാനൊരു 5 മിനിറ്റ് ചോദിച്ച് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്തപ്പോൾ എന്തോ പെട്ടെന്ന് എന്തോ ഒരു ജയിലിൽ കിടക്കുന്ന ഒരു ജയിൽ പുള്ളി, സ്വന്തം അമ്മേനെ കൊന്ന കുറ്റത്തിന് ജയിലിൽ കിടക്കുന്ന ഒരു ജയിൽ പുള്ളി. അപ്പോൾ അത് അവനല്ല ശരിക്കും അമ്മേനെ കൊന്നത്. അപ്പോൾ അവൻ പറയാണ്, മുമ്പിലിരിക്കുന്ന ഇൻട്രോഗേറ്ററിൻ്റെ അടുത്ത് പറയാണ്, ഞാനല്ല എൻ്റെ അമ്മേനെ കൊന്നത്, എനിക്കങ്ങനെ ചെയ്യാൻ പറ്റൂല, ആൾക്ക് എങ്ങനെയാണ് സ്വന്തം അമ്മേനെ കൊല്ലാൻ പറ്റുക, ആൾക്കാരെ കൂടെ എൻ്റെ തലയെ കെട്ടിച്ചമച്ചതാണെന്നുള്ള അങ്ങനെ എന്തോ ഒരു ആക്ടിങ് പീസ്, മോണോലോഗ് പോലെ ഞാൻ എന്തോന്ന് ചെയ്തു അവിടെ. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ബ്ലസ് സാറിൻ്റെ മുഖമൊക്കെ ഒന്ന് ചെറുതായിട്ട് എനിക്ക് തോന്നുന്നു മാറി ആ ഒരു സമയത്ത്. പിന്നെ എന്നോട് ചോദിച്ചു എന്തെങ്കിലും ഇതിനു മുന്നേ പ്രീവിയസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പോൾ നാടകങ്ങളൊക്കെ ചെയ്യായിരുന്നു ഞാൻ. 2017 സംസ്ഥാന കലോത്സവത്തിൽ നഗ്നനായ തമ്പുരാൻ എന്നുള്ളൊരു നാടകം ചെയ്തിട്ട് അതിൽ ബെസ്റ്റ് ആക്ടർ ആയിട്ടുണ്ട് നമ്മുടെ കേരള സംസ്ഥാന യുവജനോത്സവം. അതൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ പ്രതീക്ഷ വന്നു ശരിക്കും അപ്പോഴേക്കും? ഇല്ല, പ്രതീക്ഷിക്കാം. പിന്നെയാണ് ഈ സിനിമയിലൊരു പിവോട്ടലായിട്ടുള്ളൊരു സീൻ ഉണ്ട്, ഒരു ഇമ്പോർട്ടൻറ്റ് സീൻ ഉണ്ട്. ഞാൻ സ്പോയിലർ പറയുന്നില്ല, അങ്ങനെ ആ സീൻ മനസ്സിലായിണ്ടാവില്ല. ആ സീന് എനിക്ക് സ്ക്രിപ്റ്റ് തന്നിട്ട് ഇതൊന്ന് അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞു. അത് അവിടുന്ന് ഒരു 5 മിനിറ്റ് വായിച്ചിട്ട് ഒന്ന് ചെയ്തു. അവിടുന്ന് അവരത് ഷൂട്ട് ചെയ്തു. അപ്പോഴും ബ്ലസ്സാർ പറഞ്ഞ്, ബ്ലസ്സാർ മുഖത്തൊരു മാറ്റവും ഇല്ല കേട്ടോ ഈ സമയത്തൊക്കെ പറയുമ്പോൾ. എന്നാൽ ഞാൻ വിളിക്കാന്നുള്ള രീതിയിൽ പറഞ്ഞു. മുഖത്തൊരു ഭാവവ്യത്യാസം ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചാ ഇപ്പം നമ്മൾ ചെയ്യേണ്ട ചെയ്തു, ഇനിയിപ്പോൾ കിട്ടണമെങ്കിൽ കിട്ടട്ടെ, എന്തായാലും നമ്മൾ ചെയ്യേണ്ടത് ചെയ്തല്ലോ എന്നുള്ള രീതിയിൽ പോയി. എന്നിട്ട് പിറ്റേ ദിവസം തന്നെ ഞാൻ ആടുജീവിതം പോയി വായിച്ചു. ഞാൻ വായിച്ചിട്ടില്ലായിരുന്നു. പിറ്റേ ദിവസം തന്നെ ആടുജീവിതം വാങ്ങിയിട്ട് വായിച്ചു. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് ഇപ്പൊ നേരത്തെ റിഹേഴ്സൽ നടക്കുക എന്ന് പറഞ്ഞിരുന്നു കലാജാഥയുടെ. അതിന്റെ ഒരു കോളേജിൽ പോയിട്ട്, വടകര ഒരു കോളേജിൽ പോയിട്ട് അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ബസ്സിലിരിക്കുമ്പോഴാണ് എനിക്ക് കോള് വരുന്നത്. ഒരു പെർഫോമൻസ് കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് ഒരു കോള് വരുന്നത്, സെലക്ട് ആയിട്ടുണ്ട്, കൊച്ചിയിലേക്ക് പോവാ. ഇനി എന്താ പരിപാടി എന്ന് പറഞ്ഞപ്പോ ഇനി എന്താ അടുത്ത പരിപാടി എന്ന് പറഞ്ഞോ? അടുത്ത പരിപാടി ഇങ്ങോട്ട് പോവാ സംസാരിക്കാന്ന് പറഞ്ഞു, ഫ്ലാറ്റിലേക്ക് പോവാ സംസാരിക്കാന്ന് പറഞ്ഞു. അവിടെ എത്തിയിട്ടാണ് ഇനി ബ്ലസ്സി സാർ ഒരു പെപ്പ് ടോക്ക് പോലെ ഒരു ടോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇനി വരാൻ പോകുന്നത് ഒരു വലിയൊരു യാത്രയാണ്. നമ്മൾ ഒരു കപ്പൽ സമുദ്രങ്ങളിൽ ഇങ്ങനെ ആടി ഒളിഞ്ഞു പോകുന്ന പോലെ ചിലപ്പോൾ പേമാരികളുണ്ടാവാം, കുറേ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. അപ്പോൾ അതിലൊക്കെ നീ അതിൽ കൂടെയൊക്കെ പോകേണ്ടി വരും. ഈ യാത്രയിൽ ഞങ്ങൾ പോകുന്നുണ്ട്, നീ ഉണ്ടോ ഞങ്ങളുടെ കൂടെ ഓൺ ബോർഡ് ചെയ്യാൻ ഉണ്ടോ? അപ്പോൾ ഞാനുണ്ട്, ഞാനും ഉണ്ട് എന്നുള്ള
ഒരു കാര്യം പറഞ്ഞു. ഇപ്പൊ അവിടുന്ന് ഈ പറഞ്ഞ പോലെ ബോഡി ട്രാൻസ്ഫോർമേഷനും കൂടെ പോയല്ലോ. ശരിക്കും നമ്മൾ പറഞ്ഞ പോലെ ഡയറ്റ് എടുക്കുമ്പോഴത്തേക്കും പൊതുവേ സ്കിന്നി ആയിട്ടുള്ള ആൾക്കാർക്കാണ് കുറച്ച് ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബോഡി ഒട്ടും, പക്ഷെ എന്നാൽ നമുക്ക് ആരോഗ്യം ഭയങ്കരമായിട്ട് പ്രശ്നമാവാനുള്ള സാധ്യതകളുണ്ടല്ലോ. അത് എന്തോരം ഇത് ടയറിങ് പ്രോസസ് ആയിരുന്നു ശരിക്കും അത്. ആക്ച്വലി അതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ന്യൂട്രൽ വെയിറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഒക്കെ കാണുന്ന പോലെ ഒരു 55-60 അതിൻ്റെയൊക്കെ ഇടയിലുള്ള വെയിറ്റ് ആണ് എൻ്റെ ന്യൂട്രൽ എന്ന് പറയുന്ന ഒരു ഇത് സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രായത്തിലൊക്കെ ഉണ്ടാകുന്ന ഒരു വെയിറ്റ്. അതിന്ന് ഞാൻ കുറച്ചുകൂടി തിന്നൊരു 64 kg എത്തിച്ചു ഫസ്റ്റ് പോർഷൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നോവലിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് പ്രായത്തിനൊത്ത ആരോഗ്യമുള്ളവൻ എന്ന രീതിയിലാണ് പറഞ്ഞത്. ആ ഒരു ഏജിൽ നമ്മൾ എത്ര കഴിച്ചാലും തടിക്കാത്തൊരു ഏജ് അല്ലേ നമ്മൾ ഒരു 17-18 വയസ്സ് എന്നുള്ള രീതി എന്നെ സംബന്ധിച്ചിട്ട് ഐഡിയൽ യുവാവ്. അതെ. അപ്പോൾ വീട്ടിലൊക്കെ മട്ടനും ചിക്കനൊക്കെ അടിച്ച് കയറ്റുന്ന ഒരു ഉപ്പാനെ ഗൾഫിൽ ഓൾറെഡി ഗൾഫിലാണല്ലോ. ഉപ്പാന്റെ ഗൾഫ് ഒക്കെ വെച്ചിട്ട് അടിച്ച് കയറ്റുന്ന ഒരു എന്താ പറയാ ഒരു മൊഞ്ചൻ യുവാവ്. അവിടുന്ന് പിന്നെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ 3 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ആ ഒരു സാധനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആദ്യം താടിയും മുടിയൊക്കെ നീട്ടി തുടങ്ങി. മറ്റേ ആ ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ, ജോർഡാനിലെ ഷെഡ്യൂൾ കഴിഞ്ഞപ്പോഴത്തേക്ക് താടിയും മുടിയൊക്കെ നീട്ടാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് കുറച്ച് 4 മാസം മുമ്പേ, അതിൻ്റെ ഒരു 4 മാസം മുന്നേ, ഷൂട്ടിൻ്റെ 4 മാസം മുന്നേ 2020 ആദ്യം ഒരു 1500 കലോറി പോലെ ആ ഒരു ഇതിൽ ഡയറ്റൊക്കെ പിടിച്ചു. പിന്നെ 1000 കലോറി പിടിച്ചു. പിന്നെ ഒരു 500 കലോറി ഒരു മാസം. അങ്ങനെയൊക്കെ പിടിച്ച് ഒരു അവസ്ഥയിലെത്തി, ഒരു മെലിഞ്ഞൊരു അവസ്ഥയിലെത്തി, ഓൾറെഡി വീക്കായൊരു അവസ്ഥയിലെത്തി. പക്ഷേ അതിൻ്റെ പിന്നെ ഞങ്ങൾ മേക്കപ്പ് ടെസ്റ്റിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു മേക്കപ്പ് ടെസ്റ്റ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് ബ്ലസ്സി സാറും രഞ്ജിത്തേട്ടനും, നമ്മളെ രഞ്ജിത്തമ്പാടിയില്ലേ അതിൻ്റെ മേക്കപ്പ് മാനായിട്ടുള്ള രഞ്ജിത്തേട്ടനൊക്കെ പറഞ്ഞു കുറച്ച് കവിളൊക്കെ തുടുപ്പായിട്ട് കുറച്ചുണ്ട്, അപ്പോൾ കുറച്ചും കൂടി പുഷ് ചെയ്യണം, കുറച്ചും കൂടി എത്താണ്ട്. പക്ഷെ പെട്ടെന്ന് ഒട്ടില്ല കവിളാണ്, ബോഡി മൊത്തം ഒട്ടിയാലും കവിള് അങ്ങനെ തന്നെ. അതെ. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സ് പിടിക്കാൻ വേണ്ടിയിട്ട് എന്നാ പുഷ് ചെയ്യുക, ലിമിറ്റ് പുഷ് ചെയ്യുക എന്നുള്ള രീതിയിൽ വാട്ടർ ഡയറ്റ് എടുത്തു. എന്താ പറയാ ഒരു വൺ മൂഡ് സ്വിങ്സ്. അതൊക്കെ വീട്ടുകാരുടെ അടുത്താണ് ഫുള്ള് കാണിക്കാറുള്ളത്. ഇത് പുറമെ കാണിക്കില്ല, വീട്ടുകാരാണ് എല്ലാം അനുഭവിച്ചിട്ടുള്ളത്. 3 ദിവസം കഴിഞ്ഞപ്പോൾ കൊളാപ്സ് ആയി. ഈ കാപ്പിയും വെള്ളം മാത്രം കുടിച്ചിട്ടായിരുന്നു ആ സമയത്ത് 3 ദിവസം നിന്ന്. 3 ദിവസം ആയപ്പോഴത്തേക്ക് കൊളാപ്സ് ആയി. 3-ാമത്തെ ദിവസം രാത്രി വീണ്, രാത്രി ഒരു മിഡ് നൈറ്റ് ആയപ്പോഴത്തേക്ക് വീണു. 3-ാമത്തെ ദിവസം മിഡ് നൈറ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ വീണ്. അപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി അത് നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ ഷൂട്ടിങ്ങിന് പോലുണ്ടാവില്ല, ഞാൻ ജീവനോടെ ഉണ്ടാവില്ല എന്നുള്ള ഒരു കാര്യം, ഒരു യുക്തി വന്ന്. അപ്പോൾ അതിനുശേഷം എന്താ ചെയ്യുക, കുറച്ച് പഴച്ചാറുകളില്ലേ, ജ്യൂസസ്, എന്താ പറയുക റോബസ്റ്റേൻ്റെ ജ്യൂസ്, അതൊക്കെ പറഞ്ഞാൽ നമ്മളെ എനർജിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ട് അത് കത്തിപ്പോവുള്ളൂ, നമ്മളെ എനർജിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ട്. അങ്ങനെ അത് പിന്നെ കുബൂസ് ഒരു കുബൂസ് ഒരു നേരം, അങ്ങനെ ഒരു നേരം റോബസ്റ്റേൻ്റെ ഷേക്ക്. ഇപ്പോൾ ഇങ്ങനെ ഈ മനുഷ്യൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു 250 കലോറീസ് എങ്കിലും മിനിമം വേണം ബ്രെയിൻ വർക്ക് ചെയ്യണമെങ്കിൽ, ബാക്കി ബോഡിയുടെ കാര്യം പിന്നെയല്ല. അപ്പോൾ ആ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു ഏറ്റവും മിനിമം ക്വാണ്ടിറ്റി ഉള്ള ഒരു സാധനം നമ്മളെ. പക്ഷെ അപ്പോഴും ഡയലോഗ് ഒക്കെ പഠിക്കാൻ ഭയങ്കര പാടല്ലേ ശരിക്കും ആ പോയിന്റ് എത്തുമ്പോഴത്തേക്കും? ഡയലോഗുകളായിട്ട് ഞാൻ അങ്ങനെ ഡയലോഗ് പഠിച്ച് ഇങ്ങനെ മനപ്പാട് ഇരുന്ന് പഠിക്കുന്ന ഒരു പ്രോസസ്സ് ഒന്നും അല്ലായിരുന്നു എൻ്റെ ഇരുന്ന്. ഞാൻ അങ്ങനെയല്ല ചെയ്തത്. അപ്പോൾ നമ്മൾ ഡയലോഗ് വായിക്കുമ്പോൾ അതിലൊരു നമ്മൾ സബ് ടെക്സ്റ്റ് ഉണ്ടാവല്ലോ. ഒരു ഡയലോഗ് ആകുമ്പോൾ അതിന് സബ് ടെക്സ്റ്റ് ഉണ്ടാവല്ലോ. ടെക്സ്റ്റ് ഇതാണെങ്കിൽ നമ്മൾ ഐസ്ബർഗിന്റെ ഒരു ഫോട്ടോ ഉണ്ടല്ലേ, വലിയൊരു ചെറിയൊരു ടിപ്പായിരിക്കും മുകളുണ്ടാവും. സബ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു മഞ്ഞുമലയായിരിക്കും അടിയിലുണ്ട്, ടൈറ്റാനിക് ഒക്കെ ഇടിച്ച പോലെ. അപ്പോൾ ആ സബ് ടെക്സ്റ്റുകളെ പഠിച്ചിട്ട് അതെന്താ മീൻ ചെയ്തതെന്ന് നോക്കിയിട്ട് അതിന്റെ മുകളിലുള്ള കാര്യങ്ങൾ പഠിക്കാന്നുള്ള രീതി. അതെ. അപ്പോൾ അതെ, അല്ലാണ്ട് എക്സാക്ട്ലി ആ ഡയലോഗ് തന്നെ പഠിക്കാന്നുള്ള രീതി. അല്ല, അപ്പോൾ ഈ വീട്ടുകാരെ കുറിച്ച് പറയുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഫാദർക്കൊരു ആക്സിഡന്റ് പോലെ സംഭവിച്ചില്ലേ കുറച്ച് ദിവസം മുമ്പ്. പടം കാണുമ്പോൾ എങ്ങനെയായിരുന്നു? അദ്ദേഹം വരികയും ചെയ്തു പടം കാണാനായിട്ട്. സോ ആ ഒരു റിയാക്ഷൻ ശരിക്കും എങ്ങനെയായിരുന്നു? അതിപ്പോ സ്വന്തം മകന്റെ പടമല്ലേ, അപ്പോൾ കാലിന് എന്താണെങ്കിലും അത് ഈ ഓഡിയോ ലോഞ്ചിന്റെ സമയത്ത് ഞങ്ങൾ എല്ലാവരും ഫാമിലിയോടൊക്കെ വരായിരുന്നു. ഓഡിയോ ലോഞ്ചിന്റെ ഒരു 4 ദിവസം മുന്നെയാണ് ഈ ഒരു ആക്സിഡന്റ് പറ്റുന്നത്. അതായത് കാല് രണ്ടും പൊട്ടി, എല്ല് പൊട്ടിയിട്ട് സർജറിയൊക്കെ ആയിട്ട് കിടപ്പിലായിപ്പോയി. അങ്ങനെ 2-3 ദിവസം ഹോസ്പിറ്റലൊക്കെ നിന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിലാണ് നേരെ ഓഡിയോ ലോഞ്ചിലേക്ക് വരുന്നത്. ആ സമയത്ത് എന്താ 2 എക്സ്ട്രീമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ലൈഫിൽ. ഒരു സൈഡിൽ ഭയങ്കര സന്തോഷം ഒരു കാര്യങ്ങൾ, ഒരു സൈഡിലാണെങ്കിൽ അച്ഛന് പറ്റിയതിൻ്റെ, അച്ഛന് ആ സർജറി ICUലായിരുന്നു ഞാൻ അന്ന് വന്ന ദിവസം, ഓഡിയോ ലോഞ്ചിന് വന്ന ദിവസം. 2 എക്സ്ട്രീമുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അച്ഛന് ഇപ്പോൾ
ഇതൊക്കെ കഴിഞ്ഞിട്ട് സിനിമ കണ്ടപ്പോൾ ആംബുലൻസിലൊക്കെ വിളിച്ചിട്ട് നാട്ടുകാരൊക്കെ വന്നു, ഒക്കെ ആംബുലൻസിലൊക്കെ വിളിച്ചിട്ട് അവിടെ റിക്ലൈനർ സീറ്റൊക്കെ ബുക്ക് ചെയ്തു. അച്ഛന് കാല് നീട്ടിയിരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ റിക്ലൈനർ സീറ്റൊക്കെ എടുത്തു, അച്ഛൻ കണ്ടു. അച്ഛനും അമ്മയും ഏട്ടനും ചേച്ചിയൊക്കെ എല്ലാവരും, അമ്മാവനും എല്ലാവരും വിളിച്ചിട്ട് ഭയങ്കര എന്താ പറയുക, പ്രൗഡ് ടു ബി യുവർ ലൈക്ക് ഫാദർ, പ്രൗഡ് ടു ബി യുവർ മദർ, പ്രൗഡ് ടു ബി യുവർ ബ്രദർ. ഒരുമിച്ചിരുന്ന് കാണുന്നുണ്ടായിരുന്നോ? ഒരുമിച്ചിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അവരൊക്കെ ശരിക്ക് അന്നൊന്നും ആ ഒരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ് ഉണ്ടായിട്ടില്ലെങ്കിൽ ഇന്ന് എല്ലാവരും വനിതയിൽ ഉണ്ടാവുമായിരുന്നു, ഫാമിലി എല്ലാവരും. ഈ ഫാമിലി ആണല്ലോ ഏറ്റവും കൂടുതൽ പറഞ്ഞ ഗൂഗിളിൽ ഭയങ്കര ഫ്രസ്ട്രേഷനും അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് ഒക്കെ ഏറ്റവും എഫക്റ്റ്. അവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്തായിരുന്നു? ഈ ഒരു 6 വർഷം അവരും ഭയങ്കര വലിയ പ്രോസസ്സിലൂടെ കടന്നുപോയി. കാരണം ഇപ്പം കോവിഡിന്റെ ടൈമിൽ എല്ലാവരും വീട്ടിലുള്ളപ്പോൾ ഗൂഗിൾ ഇല്ല അവിടെ, ഗൂഗിൾ എവിടെയാ, ഗൂഗിൾ ലോക്കായി നിൽക്കുക. അപ്പോൾ ഭക്ഷണം ഒരു കൺസേൺ ആണ്, ഡയറ്റ് ഒരു കൺസേൺ ആണ്, എന്താവുമെന്നൊരു അൺസർട്ടനിറ്റി ഉണ്ട്. ആ ഒരു സമയത്ത് എങ്ങനെയാ ശരിക്കും ഈ ഒരു 6 വർഷത്തെ വീട്ടുകാരുടെ ജേർണി പറയുകയാണെങ്കിൽ? വീട്ടുകാരുടെ അവർക്കാണ് എനിക്ക് തോന്നുന്നത് എന്നെക്കാളും കൂടുതൽ സഫറിങ് ഉണ്ടായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ഒരു മെന്റലി ഭയങ്കര വേദന ഉണ്ടായിട്ടുണ്ടാവുകയാണ്. ഇപ്പം ഏതൊരു അമ്മയ്ക്കും ഏതൊരു അച്ഛനും ഏതൊരു ബ്രദറിനും സ്വന്തം ആളിങ്ങനെ ഇത് പട്ടിണി കിടക്കുന്നതും കണ്ടു നിൽക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് ഭയങ്കര എന്താ പറയുക, ഭയങ്കര വിഷമം. എന്നോട് പറയണല്ലോ ഇടയ്ക്കിടയ്ക്ക്, ഇത്രയൊക്കെ പോരെ, ഞാൻ പോരെ, നീ മിലിയണോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കലല്ലേ. അപ്പോൾ ഇനി ഇതൊന്നും പോരാ, നീ പുഷ് ചെയ്യാണ്ട് കുറേ, എനിക്ക് എൻ്റെ കയ്യിലുള്ള മാക്സിമം മെലിയണം, ഇത് എൻ്റെ ശരീരത്തൊരു തുള്ളി മസിൽ പോലും ഇത് ഷ്രിങ്കാവാതിരിക്കത്, മൊത്തം മെലിയണം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു പ്രോസസ്സ് പിടിക്കുക എന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ ചെയ്തത്. പിന്നെ ഫാമിലി മാത്രമല്ല കേട്ടോ, എൻ്റെ കുറേ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ഇത് സ്റ്റാറ്റസ് ഇട്ട ഫ്രണ്ട്സ് ആണോ? എന്ന് സ്റ്റോറി ഇട്ട ഫ്രണ്ട്സ്. അവരൊക്കെ എന്താ പറയുക, അവർ തന്നെ ഇപ്പോൾ 15 ദിവസം ഒരാൾ കുളിക്കാണ്ട് വന്നു കഴിഞ്ഞാൽ അവര് ഇപ്പോൾ ഒരു നല്ലൊരു വൃത്തികെട്ട മണം നാറ്റൊക്കെ ഉണ്ടാവുമല്ലോ, അവരിതൊക്കെ സഹിച്ചിന്റെ കൂടെ വന്നിട്ടുണ്ട്. ഫാമിലി ആണെങ്കിലും ശരിക്കും കുളിക്കാതെ 15 ദിവസം ഞാൻ ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയതാ, എങ്ങനെയാണ് ഉണ്ടാവുക. 15 ഒരു കുറച്ച് ഇവരൊക്കെ ചെയ്തതിൻ്റെ ഒരു ചെറിയൊരു ശതമാനം നമ്മൾ അനുഭവിച്ചാലേ നമുക്ക് അതിന്റെ ട്രൂ സെൽഫിൽ അത് പോർട്രേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അവരൊക്കെ അനുഭവിച്ചത് അറിയാലോ, ജീവിക്കും ഹക്കീമൊക്കെ അനുഭവിച്ചത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് കെട്ടുകഥകളാണ്. അപ്പോൾ അതുപോലെ കുറച്ചെങ്കിലും നമുക്ക് ചെയ്താലല്ലേ, അറിഞ്ഞാലല്ലേ, അപ്പോൾ കുറച്ചെങ്കിലും നമുക്ക് ട്രൂ ആയിട്ട് എക്സ്പീരിയൻസ് എന്തായിരുന്നു ശരിക്കും ഒരു റിയാക്ഷൻ കാര്യങ്ങളൊക്കെ? ഇപ്പം കുളിക്കാതെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മൊത്തം ഒട്ടി വേർപ്പൊക്കെ ഒഴുകി. അത് അവർ മരുഭൂമിയിലാണ്, നമ്മൾ നാട്ടിലാണെന്ന് വിചാരിക്കുക, അവർ മരുഭൂമിയിലാണ് അതൊക്കെ ചെയ്തത്. ഇപ്പം ശരീരമൊക്കെ ഒട്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഭക്ഷണം കഴിക്കാതെ നിൽക്കുന്ന ഒരു സമയം ശരീരമൊക്കെ ഒട്ടി ഒരു എന്താ പറയുക, മൊത്തത്തിൽ മൈൻഡിൽ തന്നെ അതിനെ മെൻ്റലി വളരെയധികം ബാധിക്കും ആ ഒരു സംഭവത്തിനെ. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ആ ഒരു ഇമോഷണൽ മെമ്മറി, അവിടുന്ന് കിട്ടിയ കുറേ ഇമോഷണൽ മെമ്മറി, അതൊക്കെ ഹക്കീം എന്നുള്ള കഥാപാത്രത്തെ പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട് കുറേ. ഈ മരുഭൂമി ഷൂട്ട് ചെയ്യണ എത്രത്തോളം ഈ പറഞ്ഞ പോലെ ഒരേ സമയം നമ്മൾ കാണാത്തൊരു കാഴ്ചകൾ കാണാന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, അതേസമയം ഈ പറഞ്ഞ പോലെ നമ്മുടെ വലിയൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നമ്മൾ ഇത്രയും ചെയ്ത് വന്നിരിക്കുന്ന ഒരു സംഭവം. ശരിക്കും എങ്ങനെ അത് രണ്ടും മർജായി പോയത്? ഇപ്പോൾ എന്നെ സംബന്ധിച്ച്, ഗോകുലിനെ സംബന്ധിച്ചിട്ട് ആദ്യമായിട്ടാണ് ആടുജീവിതം ക്രൂവിൻ്റെ ഒപ്പരാണ് ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറിയിട്ട് അബ്രോഡ് പോകുന്നത്. ആദ്യമായിട്ട് പാസ്പോർട്ട് എടുക്കുന്ന ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് പ്ലെയിനിൽ കയറിയിട്ട് അബ്രോഡ് പോകുന്നതും ആദ്യമായിട്ടാണ് ഗോകുൽ. ഹക്കീമും ആദ്യമായിട്ടാണ് പുറം ലോകത്ത് പോകുന്നതും. അപ്പോൾ ഗോകുലിനെ സംബന്ധിച്ചിട്ട് തന്നെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു അത്. എന്താ പറയുക, പുറത്തൊരു പോവുക രാജ്യങ്ങൾ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്കിപ്പോൾ യൂട്യൂബൊക്കെ ഉണ്ട്, നമുക്ക് എന്ത് ഒരു സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എയർപോർട്ടുകൾ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ള നമ്മൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അന്ന് ഹക്കീമിനെ സംബന്ധിച്ചിട്ട് അന്ന് സിനിമകളിൽ പോലും ദുബായ് എന്താണെന്നോ സൗദി എങ്ങനെയാണെന്നോ ഒന്നും, ഗൾഫ് പേർഷ്യ പോവാന്നല്ല പറയാൻ വേണ്ടി. അപ്പോൾ ഓരോരുത്തർ പറയുന്ന കഥകൾ മാത്രമേ ഉള്ളൂ, കൊണ്ടുവരുന്ന എന്താ എക്സോയിലും ടൈഗർ ബാമും സെന്റുകളും മാത്രമാണ് അന്ന് ഗൾഫ്, പളവളപ്പം കുപ്പായങ്ങളൊക്കെയാണ് അന്ന് ഗൾഫ്. അപ്പോൾ ഇതൊന്നും അറിയാത്ത ഒരു സാഹചര്യം. അപ്പോൾ ഗോകുലിൻ്റെ എക്സൈറ്റ്മെന്റ് എങ്ങനെയാണോ അതിൻ്റെ ഒരു ഇരട്ടി എക്സൈറ്റ്മെന്റ് ഹക്കീമിന് അന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പക്ഷെ നേരെ മറിച്ച് ആ മരുഭൂമിയിൽ എത്തിയപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന കണ്ടീഷൻസും എല്ലാം ഭയങ്കര ഹാർഷായിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ തന്നെയായിരുന്നു. ഇപ്പോൾ എക്സ്ട്രീം ഹീറ്റും എക്സ്ട്രീം കോൾഡും രണ്ടും ഉള്ളൊരു സ്ഥലമാണ് മരുഭൂമി എന്ന് പറയുന്നത്. മരുഭൂമിൻ്റെ ഒരു എന്താ പറയുക, നേച്ചർ അങ്ങനെയാണല്ലോ. ഇപ്പോൾ രാവിലെയൊക്കെ എന്താ പറയുക, ചൂടെടുത്തിട്ട് നമുക്ക് നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരിക്കും. രാത്രിയാണെങ്കിൽ നമുക്ക് മസിലൊന്നുമില്ല, നമുക്ക് രണ്ടുപേർക്കും, എനിക്ക് രാജുവേട്ടനൊന്നും മസിലൊക്കെ ഷ്രിങ്കായി പോയൊരു അവസ്ഥയാണല്ലോ, ഫാറ്റ് ഇല്ല. അപ്പോൾ ഫാറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കോൾഡിനെ പ്രതിരോധിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കുറച്ചെങ്കിലും ഫാറ്റ് പെർസെൻറ്റേജ് ഒക്കെ
വേണോ. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തണുപ്പിനെ പ്രതിരോധിക്കാതെ വിറച്ചോണ്ടിരിക്കും. ചില രാത്രി ഷൂട്ടൊക്കെ എടുക്കുന്ന സമയത്ത് അന്ന് അതിലൊരു സീക്വൻസ് ഉണ്ട്, ഞാൻ രാവിലെ ഉറക്കണീക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ആ സമയത്തൊക്കെ മരുഭൂമിയിലെ മണലില്ലേ, മണല് മൊത്തം തണുത്തുറച്ച് ഐസ് പോലെ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. രാത്രിയത്തെ തണുപ്പ് മൊത്തം അടിച്ചിട്ട് തണുത്തുറച്ചൊരു അവസ്ഥയായിരുന്നു. ആ സമയത്ത് നമ്മൾ ഡയറ്റൊക്കെ പിടിച്ചിട്ട് രാവിലെ അതൊക്കെ സൺറൈസ് ഏർലി മോർണിംഗ് ആണ് എല്ലാം ഷൂട്ട് ചെയ്തത്. ആ ഷോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 10 ദിവസം കുറച്ച് ദിവസങ്ങൾ അതിന് വേണ്ടിയിട്ട് ദിവസം രാവിലെ പോയിട്ട് നമ്മൾ രാവിലെ എണീച്ച് 4:30 എണീച്ചിട്ട് മേക്കപ്പ് ഇടാൻ വേണ്ടി 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യണം. അങ്ങനെ കുറെ പോയിട്ടുണ്ട്. അപ്പോൾ രാവിലെ അവിടെ കിടക്കുമ്പോൾ ഇങ്ങനെ വിറയ്ക്കും. ആക്ഷൻ പറയുമ്പോൾ ഉറങ്ങും, ഏത് മസിൽ പിടിച്ചിട്ടൊരു ഉറങ്ങും. അങ്ങനെ കുറെ ഹാർഷായിട്ട് ഇപ്പം പൊടിക്കാറ്റ് നമ്മൾ ഒറിജിനൽ പൊടിക്കാറ്റിൽ നമ്മൾ ഷൂട്ട് ചെയ്തു. അപ്പോൾ ആ പൊടിക്കാറ്റ് ഷൂട്ട് ചെയ്ത സമയത്ത് നമ്മളത് ശരിക്കും പാമ്പിനെ കണ്ടോ? ശരിക്കും പാമ്പുണ്ടായിരുന്നു. ഒരു പാമ്പാട്ടിയൊക്കെ വന്നിട്ട് പാമ്പിനെയൊക്കെ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള പാമ്പാട്ടി വന്നിട്ട് അവിടുത്തെ അൽജീരിയത്തെ ഒരു പാമ്പാട്ടി വന്ന് പാമ്പിനെയൊക്കെ ഇട്ട് ഒരു പാമ്പിനെ കാണാതെ കേട്ടിപ്പോയിട്ടുണ്ട് സെറ്റില്. എനിക്കാണെങ്കിൽ ഈ പാമ്പോഫോബിയ ഉള്ളൊരു മനുഷ്യനാണ്. പാമ്പിനെ കാണുമ്പോൾ അങ്ങനെയുണ്ട്, ചില ആൾക്ക് ചിലന്തികളെ കാണുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു എന്താ പറയാ ഒരു ഫീലിംഗ് ഇല്ലേ, ഒരു ഫോബിയ എനിക്ക് പാമ്പുകളുണ്ട്. അപ്പൊ പാമ്പ് പോയ സമയത്തൊക്കെ സെറ്റിൽ കൂടെ അന്ന് കുറച്ച് കെയർഫുൾ ആയിട്ടാണ് നടന്നത്. അല്ല ഇപ്പൊ സെറ്റിൽ മുഴുവൻ ഫുഡിനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷെ നിങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഓട് ഓൺ ഔട്ടായിട്ട് നിൽക്കുക. ഈ വിഷു ആഘോഷിക്കുമ്പോഴാണെങ്കിൽ ഈസ്റ്റൊക്കെ ആഘോഷിക്കുമ്പോഴാണെങ്കിൽ നിങ്ങൾ ഓട് ഓൺ ഔട്ടാണല്ലോ രണ്ടുപേര്. നിങ്ങൾ രണ്ടുപേരും അപ്പൊ എന്താ പോസ്റ്റ്ലി സംസാരിക്കുന്നതും ഈ ഫുഡിന്റെ കാര്യത്തിലൊക്കെ? നമുക്കുണ്ടാകുന്ന കോമൺ ആയിട്ടുള്ള കുറെ ഫീലിങ്സ് ഉണ്ട്. അത് നമ്മളൊരു എന്താ പറയുക ദുരന്തം കൂടെ ഷെയർ ചെയ്യാൻ ഒരാളുണ്ടാകുന്ന ഒരു ആശ്വാസമാണ്. നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാകുമല്ലോ. അപ്പോൾ അതേപോലെ ദുരന്തം അങ്ങനെ ഉദ്ദേശിച്ചല്ലോ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരേ രീതിയിൽ നമ്മൾ ഡയറ്റ് എടുക്കുകയാണ്, നമ്മൾ വിശന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇതേപോലെ ഞാനിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ എണീക്കുന്ന സമയത്ത് നമുക്കൊരു പ്രഷർ വേരിയേഷനൊക്കെ വന്നിട്ട് തല ഇറങ്ങുന്ന സീനൊക്കെ പെട്ടെന്ന് എണീക്കാൻ പറ്റില്ല, മെല്ലെ എണീക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുക, അല്ല നിനക്ക് ഇങ്ങനെ ഉണ്ടോ, രാജോട്ട് ചോദിക്കും. ഞാൻ അങ്ങനെ എണീക്കുമ്പോൾ ഇങ്ങനെ സമയം നിനക്കുണ്ടോ? എനിക്കുണ്ടല്ലോ. അപ്പോൾ ഇത് സംഭവം അപ്പോൾ ഇതെടുക്കുന്നതിനെ കൊണ്ടാണ് ഇതൊക്കെ, അല്ലാതെ പ്രശ്നങ്ങളൊന്നും അല്ല, ഈ ഒരു സംഭവമാണെന്നുള്ള അങ്ങനത്തെ കുറെ ടോക്സ് ഉണ്ടായിരുന്നു. നമ്മളത് വിശക്കുന്നതിനെ മൂഡ് സ്വിങ്സിനെ പറ്റിയിട്ടുള്ള സംസാരങ്ങൾ, അങ്ങനത്തെ കുറെ. ഡയറ്റ് എങ്ങനെ നിങ്ങൾ ഡയറ്റ് ഒക്കെ ഉണ്ടാവും ഇടയ്ക്കൊക്കെ എങ്കിലൊക്കെ? മീൻസ് കോമൺ ആയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾ കുറച്ചെങ്കിലും കഴിക്കണമല്ലോ ഈ പറഞ്ഞ പോലെ? കുറച്ച് കഴിക്കാന്നുള്ള, അതെ. ഇപ്പോൾ രാജുവേട്ടനായാലും ഞാനായാലും നമുക്ക് സർവൈവ് ചെയ്യാനുള്ള, അതായത് ആ ദിവസം സർവൈവ് ചെയ്യാനുള്ള, കത്തിച്ച് കളയാനുള്ള ഫുഡ് മാത്രം കഴിക്കാന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ ഷൂട്ടിങ് മൊത്തം. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ മൈൻഡ് വർക്ക് ചെയ്യണമെങ്കിലും കുറച്ചൊരു മിനിമം എമൗണ്ട് ഓഫ് ഫുഡ് വേണമല്ലോ. ആ ഫുഡ് മാത്രം കഴിക്കുക. ചില ദിവസങ്ങളിൽ പട്ടിണി. രാജുവേട്ടനൊക്കെ ഒരു സീൻ, അതിലൊരു സീക്വൻസ് സിനിമ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു സീക്വൻസ് ഉണ്ട് ടോപ്ലെസ് അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 5 ദിവസത്തോളം അതിന് പ്രിപ്പറേഷൻ തുടങ്ങി. 5 ദിവസം മുന്നേ പ്രിപ്പറേഷൻ തുടങ്ങി. അതിന് 3 ദിവസം ഇതുപോലെ ഡയറ്റ് എടുത്ത് ലാസ്റ്റ് വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ അവസാനം ഷോട്ടിന് വേണ്ടിയാണ് മറ്റേ 3 ദിവസം വരെ ഫാസ്റ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഡീഹൈഡ്രേഷൻ ആവാൻ വേണ്ടി പിൽസ് ഒക്കെ എടുത്തു. അങ്ങനെ ആളുടെ ഹെൽത്ത് മൊത്തം അതിന് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു റിസ്ക്കാണ്, ഹൈലി റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ് ആ ഒരു സീക്വൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ആൾ ചെയ്തത്. ആളുടെ ലൈഫിന് വരെ ത്രെട്ടനിങ് ആയിട്ടുള്ളൊരു സാധനമാണ്. കാരണം ആൾക്ക് ആ സമയത്ത്, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ യങ് ആണ്, മേ ബി ചിലപ്പോൾ അതൊക്കെ എന്താ പറയുക യങ് ആയതുകൊണ്ട് ആളുടെ പ്രായവും അങ്ങനെ അതെ. അപ്പോൾ അതൊരു ഹൈലി റിസ്ക് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇപ്പോഴും ഈ പറഞ്ഞ ബാക്കി ഇപ്പം ഒരു എക്സിറ്റ് ട്രാവലിലാണല്ലോ ഈ പറഞ്ഞ പോലെ ബാക്കി ഏറ്റവും കൂടുതൽ ഭയങ്കര എക്സ്പോഷർ കിട്ടുന്ന ഇതുള്ളത്. അതിലും ഈ പറഞ്ഞ ഭയങ്കര ട്രാക്ക് ഉണ്ട് അതിൽ. ഈ പറഞ്ഞ പോലെ എക്സൈറ്റ്മെന്റ് തുടങ്ങി നിരാശ, അല്ലെങ്കിൽ വലിയൊരു ചോദ്യചിഹ്നമാവുന്നുണ്ട്. ഇതെല്ലാം ട്രാവലിൽ കടന്നു പോകുന്നുണ്ട് ആ ഒരു ട്രാവൽ. സോ അവിടെയും ഈ പറഞ്ഞ പോലെ നമുക്ക് വെള്ളം കുടിക്കാത്തൊരു ഫീലൊക്കെ ശരിക്കും എങ്ങനെ ഒരു വ്യക്തിക്ക് ഉണ്ടാവില്ല, അതിലേക്കൊക്കെ എങ്ങനെ പ്രോസസ്സ് എത്തണം ശരിക്കും? ഇപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ മരുഭൂമിയിൽ നിൽക്കുമ്പോൾ, മരുഭൂമിയിൽ ആ ഫസ്റ്റ് ഷെഡ്യൂളിലൊക്കെ പോയ സമയത്ത് നമുക്ക് തേസ്റ്റ്, നമുക്ക് ദാഹം വരുമ്പോൾ നമ്മൾ ഈ ഒരു ഇൻറ്റൻസ് ആയിട്ട് നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്ത് കുറേ നേരം ഓടി, 1.5 മണിക്കൂറൊക്കെ ഓടിയിട്ട്
നമുക്ക് കിട്ടുന്നൊരു എന്താ ഒരു ദാഹം ഉണ്ടല്ലോ, ശബ്ദമില്ലാത്തൊരു അതിന് ഒരു ചെറിയ ഡബിങ്ങിൻ്റെ സമയത്ത് ചെറിയൊരു വേരിയേഷൻ പോലെയൊക്കെ അങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം കുടിക്കുക ഒരു ദിവസം മൊത്തം ഞാൻ വെള്ളം കുടിക്കാണ്ട് ഭക്ഷണം കഴിക്കാണ്ടിയും ഒരു ദിവസം ഡബിങ്ങിൻ്റെ സമയത്ത് ഈ ഒരു പോർഷൻസ് കവർ ചെയ്യാൻ വേണ്ടി ഒരു എക്സ്പെരിമെന്റ്. ഞങ്ങൾക്ക് അറിയില്ലല്ലോ ഒരു മനുഷ്യൻ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത്. ഒരു മനുഷ്യൻ ഇങ്ങനെ വെള്ളം കുടിക്കാതെയൊക്കെ നിന്നാൽ നമുക്കറിയില്ലല്ലോ, നമ്മൾ നേരിട്ട് കാണുന്നൊന്നുമില്ലല്ലോ. ഒരു എക്സ്പെരിമെന്റ് പോലെ ആദ്യം ഞാൻ ചെയ്തപ്പോൾ ഭയങ്കര എനർജി. അപ്പോൾ ബ്ലസ്സി സാർ ടോണ് അപ്പോൾ ബ്ലസ്സി സാർ പറഞ്ഞു ഇങ്ങനെയൊന്നും അല്ലല്ലോ, നിനക്ക് എനർജി ഒന്നും ഇല്ലല്ലോ ആ സമയത്ത്, നീ ഇങ്ങനെയൊക്കെ 3 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ, എനർജി ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും എനർജി ഇങ്ങനെ ഡിറ്റീറിയേറ്റ് ആയിട്ട് ഇങ്ങനെ പോവല്ലേ, അപ്പോൾ അങ്ങനെ പിടിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ആ വൈകുന്നേരം ആ ഡബ്ബിങ് ആദ്യം എടുത്ത് തീരെ ശരിയായില്ലായിരുന്നു അന്നത്തെ ദിവസം. എന്നിട്ട് അന്ന് വൈകുന്നേരം വൈകുന്നേരം മുതൽ ഫാസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പിറ്റേ ദിവസം രാത്രി ഡബ്ബിങ് കഴിഞ്ഞിട്ടാണ് രാത്രി ഞാൻ ഫുഡ് കഴിച്ചത്. വെള്ളം കുടിച്ചില്ല അന്ന് മൊത്തം, വെള്ളം കുടിക്കാതെ ഫുഡ് കഴിക്കാതെ. പിന്നെ കുറച്ച് തൊണ്ടയൊക്കെ കുറച്ച് കരകരപ്പാക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, കുറച്ച് സ്മോക്കൊക്കെ കയറി കഴിഞ്ഞാൽ തൊണ്ട ഒരു കരകരപ്പ്, കുറച്ച് സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊണ്ടയ്ക്ക് പിടിച്ചിട്ട് ഒരു സ്മോക്ക് പിടിച്ചിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ തൊണ്ടയ്ക്ക് കരകരപ്പായിട്ട് ഒരു ക്രാക്ക് വരും. അങ്ങനെയൊക്കെ കുറേ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്ത് അങ്ങനെയാണ് ആ ഒരു എന്താ പറയുക ഒരു മാറ്റം. ഒരു 3 കൊല്ലത്തിന് ശേഷമുള്ള ആ ഒരു വെള്ളിവട്ടലൊക്കെ ഇല്ലേ, ഞാൻ പിന്നെ അലറും, സൗണ്ട് പോകാൻ വേണ്ടിയിട്ട് കുറേ അലറും. അങ്ങനെ ബ്ലസ്സി സാറ് എന്താണ് ഇതുപോലെ കുറേ എൻ്റെ കുറേ എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യും. അപ്പോൾ ഇത് ചെയ്തപ്പോൾ ഇതൊക്കെ ഇത് സെറ്റാണെന്ന് തോന്നി, ഈ 1 മീറ്റർ സെറ്റാണ്. സാറിപ്പോൾ എന്താ പറയാ, ശരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ട്രൈ നോക്കാം വേണോ അങ്ങനെ? അന്ന് സാറും ശരിക്കും അന്ന് പേടിച്ചു പോയി. അന്ന് ഞാൻ ഭക്ഷണം അന്ന് ഞാനത് ശരിയായില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായത്, അയ്യോ ഇത് ശരിയാവുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ. എന്നിട്ട് ഞാൻ ഭയങ്കര വിഷമത്തോട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി സാറ് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ സാറ് ഓർഡർ ചെയ്യാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫുഡ് വേണ്ട സാറെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കഴിച്ചോ എന്നൊന്നുമില്ല, അപ്പോൾ വേണ്ട ഇത് കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അന്ന് സാറ് ശരിക്കും പേടിച്ചു പോയി, ഞാൻ കഴിക്കുന്നില്ല വെള്ളം കുടിക്കുന്നില്ല എന്നൊക്കെ അന്ന് പറഞ്ഞപ്പോഴേ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അല്ല ലിറ്ററലി നോക്കുമ്പോ സാറ് നോക്കുമ്പോ രണ്ടുപേരും ഈ ഒരു എക്സ്ട്രീം പറഞ്ഞ പോലെ ആ ക്യാരക്ടറിന്റെ ഭയങ്കര സൈക്കോ ആ ഒരു ട്രാവലാണല്ലോ ശരിക്കും ചെയ്യാ. ഇപ്പോൾ എന്താ പറയാ, ഇപ്പൊ സാറിനെ സംബന്ധിച്ചിട്ട് സാറ് എനിക്ക് തരുന്ന ഒരു കെയറിങ് ഉണ്ട്. സാറിന്റെ മകനുണ്ട് അഖിൽ എന്ന് പറഞ്ഞിട്ട്, അവന്റെ അതേ പ്രായം. ഞാൻ സാറിനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അഖിലിന്റെ അതേ പ്രായമാണ് നീ, ഒരു മകനെ പോലെയാണ് സാറിന്. ഇന്ന് പോസ്റ്റ് കൂടി ഇട്ടല്ലോ. അങ്ങനെ ഒരു ഫീലിംഗ് ആണ് സാറിന് എന്നോടുള്ളത്. അപ്പോൾ ഒരാള് അപ്പോൾ എൻ്റെ വീട്ടിൽ ഫാമിലിക്ക് ഉണ്ടാകുന്ന അതേ കൺസേൺ ഒരു സൈഡിൽ സാറിനുണ്ട്, ഒരു സൈഡിലാണെങ്കിലോ സിനിമയോടുള്ള ഭയങ്കര പാഷൻ. അതെ. അപ്പോൾ അതിന്റെ ഒരു 16 ഇയേഴ്സ് ഇങ്ങനെ ഈ ഒരു ആടുജീവിതം ഡ്രീം പ്രൊജക്റ്റ് ആയിട്ട് നിൽക്കുന്നു. എല്ലാ മോട്ടിവേറ്റിംഗ് ഫാക്ടറുകളും കൂടെ ഭക്ഷണം കഴിക്കാതെ ഡബ് ചെയ്ത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫ്യൂച്ചർ മുമ്പോട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞ പോലെ വലിയൊരു ഓപ്പണിംഗ് ആണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാവും മുമ്പിലേക്ക് നിന്ന് നമുക്കൊരു വലിയ ചോദ്യചിഹ്നമാണ്. സോ എന്തെങ്കിലും മനസ്സിലുണ്ടോ പ്രൊജക്റ്റുകളും സിനിമകളൊക്കെ ആയിട്ടുണ്ടോ? ഇപ്പോൾ ഇനി പുതിയ പുതിയ കഥകളൊക്കെ കേൾക്കണം, പുതിയ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യണം, ഇതുപോലെയുള്ള കുറേ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ സ്വപ്നത്തിൻ്റെ ഒരു ചെറുതായിട്ടൊന്ന് കൈ പിടിച്ചിട്ടുള്ളൂ, ഇനിയും കുറേ കയറാനുണ്ട് എന്നുള്ളൊരു. രാജേട്ടൻ എന്താ പറഞ്ഞ റിലീസ് കഴിഞ്ഞിട്ട് അപ്പോൾ ജസ്റ്റ് ഒരു 2 മണിക്കൂർ പിന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് സൂപ്പർ സ്റ്റാർ ആയല്ലോ എന്നാ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ എന്താ പറയുക, നമുക്ക് എന്താ പറയുക, നമ്മൾ ചെറുപ്പം മുതലേ കാണുന്ന ഒരു ഓൺ സ്ക്രീനിൽ കാണുന്ന ആള് നമുക്കിപ്പോൾ എപ്പോൾ വേണമെങ്കിലും വിളിക്കാൻ പറ്റിയൊരു രീതിയിലേക്ക് എത്തുക എന്നൊക്കെ പറയുമ്പോൾ അതെ, ഇനിയിപ്പോൾ എന്ത് അഡ്വൈസ് വേണമെങ്കിലും നമുക്ക് രാജുവേട്ടൻ്റെ അടുത്ത് കറക്റ്റ് ആളാണല്ലോ, നമുക്ക് എത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണല്ലോ നമുക്ക് തരുന്നത്. ഈ പറഞ്ഞ പോലെ വലിയൊരു എന്താ പറയണ കരിയർ ബ്രേക്ക് തന്നെയാണ്. അപ്പൊ മുന്നോട്ടുള്ള സിനിമകളിലും അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യട്ടെ. ആടുജീവിതം പഠിപ്പിച്ച ഭയങ്കര വലിയൊരു പാഠം ഉണ്ടാവുമല്ലോ, ഈ നമ്മൾ എന്തൊക്കെ സർവൈവ് ചെയ്യണം. ഇനി എവിടെ പോയിട്ടാലും സർവൈവൽ ഉറപ്പല്ലേ? പിന്നെ ഞാൻ പഠിച്ചത് ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് എന്നല്ലേ. ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്. അപ്പോൾ റോബിൻ ചേട്ടൻ പറഞ്ഞ കാര്യം ഉണ്ടല്ലേ, ഞാൻ 6 വർഷം കൊണ്ട് ഫിലിം കോഴ്സുകളൊക്കെ നമ്മൾ പഠിക്കില്ലേ, അതുപോലെയാണ് ഞാൻ പഠിച്ചത് വിത്തൗട്ട് എനി ഫീസ്. യൂണിവേഴ്സിറ്റി നിന്നിട്ട്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയ ഒരാളും കൂടിയാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മുന്നോട്ടുള്ള സിനിമകളിലും കരിയറിലും എല്ലാവിധ ആശംസകളും. താങ്ക് യു.